നമസ്കാരം, ഞാൻ ഉന്മേഷ് വരാമൻ. പ്രൈം ടൈം ന്യൂസിലേക്ക് വിശദമായി. നീറ്റ് UG നെറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ വിവാദത്തിനിടെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ഡയറക്ടർ ജനറലിനെ കേന്ദ്ര സർക്കാർ മാറ്റി. സുബോധ് കുമാറിന് പകരം പ്രദീപ് സിംഗ് കരോളയ്ക്ക് താൽക്കാലിക ചുമതല നൽകി. നാളെ നടത്താനിരുന്ന നീറ്റ് PG പരീക്ഷ മാറ്റിവെച്ചതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. അച്യുതനുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. അച്യുതൻ, ഇപ്പോൾ NDA DGയെ തന്നെ മാറ്റിയിരിക്കുകയാണല്ലോ കേന്ദ്രം. ഒപ്പം നീറ്റ് PG പരീക്ഷ തീയതിയെ മാറ്റിയിരിക്കുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, പുതിയ ഉന്നതതല സമിതി NDAയുടെ സുതാര്യത ഉറപ്പാക്കാൻ ഉന്നതതല സമിതി രൂപീകരിച്ച് മണിക്കൂറുകൾ പിന്നിടുമ്പോഴാണ് NDAയുടെ തലപ്പത്ത് തന്നെ ഒരു അഴിച്ചുപണി കേന്ദ്ര സർക്കാർ നടത്തിയിരിക്കുന്നത്. അതായത് NDAയുടെ DG സുബോധ് കുമാറിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി പകരം പ്രദീപ് സിംഗ് കരോളയ്ക്കാണ് ആ ചുമതല ഇപ്പോൾ നൽകിയിരിക്കുന്നത്. എന്നാൽ ഈ നിലവിൽ സ്ഥാനം മാറ്റിയിരിക്കുന്ന സുബോധ് കുമാറിന് നിലവിൽ ഒരു ചുമതലയും ഏൽപ്പിച്ചിട്ടില്ല. അതായത് ഈ പരീക്ഷ നടത്തിപ്പിൽ NDAയുടെ ഭാഗത്ത് നിന്ന് വീഴ്ച സംഭവിച്ചു എന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം വിലയിരുത്തിയതായുള്ള ചില സൂചനകൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അതായത് ഈ വീഴ്ച പറ്റിയതിനെ തുടർന്നാണ് ഇപ്പോൾ തലപ്പത്തൊരു അഴിച്ചുപണി നടത്തിയിരിക്കുന്നത്. ഒരു പ്രാഥമിക ഘട്ടത്തിൽ തന്നെ NDAയിലാണ് മാറ്റം വരുത്തിയിരിക്കുന്നത്. ഒപ്പം മറ്റൊരു ഗൗരവകരമായിട്ടുള്ള ഒന്ന്, നാളെ നടക്കാനിരുന്ന നീറ്റ് PG പരീക്ഷയാണ്. അതിപ്പോൾ അടിയന്തരമായി ആരോഗ്യ മന്ത്രാലയം തന്നെ ഇടപെട്ടുകൊണ്ട് ആ പരീക്ഷ മാറ്റിവെച്ചിരിക്കുകയാണ്. അതിന് കാരണമായി പറയുന്നത് ഇത് നിലവിൽ ചില പ്രവേശന പരീക്ഷകളുമായി ബന്ധപ്പെട്ട് ഉയർന്നുള്ള ആരോപണങ്ങൾ, അതിനെ തുടർന്നാണ് ഇപ്പോൾ ഇത് മാറ്റിയതെന്നുള്ളതാണ്. കാരണം ഈ നീറ്റ് PG പ്രവേശന പരീക്ഷയിലെ പ്രക്രിയകൾ അത് കൂടുതൽ വിലയിരുത്തി അതിൽ ഇത്തരത്തിൽ ഒരു ക്രമക്കേടുകളും ഉണ്ടാകാതിരിക്കുവാനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചുകൊണ്ട് തന്നെ ആ പരീക്ഷ നടത്തുമെന്നാണ് ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത്. ഉടൻ തന്നെ ആ പുതുക്കിയ തീയതി അത് ഉടൻ അറിയിക്കുമെന്നുകൂടി ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ വിദ്യാർത്ഥികൾക്ക് നേരിട്ട അസൗകര്യത്തിൽ ഖേദപ്രകടനവും മന്ത്രാലയം നടത്തിയിട്ടുണ്ട്. എന്തായാലും നീറ്റ് PG പരീക്ഷയും ഇപ്പോൾ മാറ്റിയിരിക്കുകയാണ്. പകരം നാളെ നീറ്റ് UG പരീക്ഷയിൽ 1563 വിദ്യാർത്ഥികൾക്ക് നാളെ പുനഃപരീക്ഷ നടക്കുന്നുണ്ട്. അതായത് വിവാദം ഉണ്ടായ 6 സെന്ററുകളിൽ ഈ അധിക ഗ്രേസ് മാർക്ക് നൽകിയിരുന്നു. അവർക്കാണ് നാളെ ഇനി പുനഃപരീക്ഷ. അത് സുപ്രീം കോടതിയുടെ ഇടപെടലിനെ തുടർന്നാണ് ആ പരീക്ഷ നടക്കുന്നത്. പക്ഷെ അതുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുള്ള വിവരങ്ങളും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. നിലവിൽ മാറ്റിയിരിക്കുന്നത് നീറ്റ് PG പരീക്ഷയാണ്. ഉന്മേഷ്, അച്യുതനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. NDA DGയെ തന്നെ മാറ്റിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഇപ്പോൾ നാളെ നടക്കാനിരുന്ന PG നീറ്റ് പരീക്ഷ മാറ്റിവെക്കുകയും ചെയ്തിട്ടുണ്ട്. കൊന്നവരോട് സർക്കാർ കരുണ. ഹൈക്കോടതി വിധി മറികടന്ന് TP ചന്ദ്രശേഖരൻ കേസ് പ്രതികളെ വിട്ടയക്കാൻ സർക്കാർ നീക്കം. TK രജീഷ്, മുഹമ്മദ് ഷാഫി, അന്നൻ സിജിത്ത് എന്നിവർക്ക് ശിക്ഷ ഇളവ് നൽകി വിട്ടയക്കാൻ നീക്കം നടക്കുന്നതായി രേഖകൾ. പോലീസ് റിപ്പോർട്ട് തേടി കണ്ണൂർ ജയിൽ സൂപ്രണ്ട് അയച്ച കത്തിന്റെ പകർപ്പ് 24 ലഭിച്ചു. അതേസമയം പ്രതികളെ പുറത്തുവിടില്ല എന്നും പട്ടികയിൽ പേരുകൾ ഉൾപ്പെട്ടത് സ്വാഭാവിക നടപടി മാത്രമാണെന്നും ജയിൽ മേധാവി ബൽറാം കുമാർ ഉപാധ്യായ 24നോട് പറഞ്ഞു. കണ്ണൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്ന തടവുകാരിൽ ശിക്ഷാ ഇളവ് ആവശ്യപ്പെട്ടത് 59 പേർ. പട്ടികയിലെ 3-ാം പേരുകാരനായി TP ചന്ദ്രശേഖരൻ വധക്കേസ് 2-ാം പ്രതി TK രജീഷ്, 47, 48-ാം നമ്പർ പേരുകാരായി അണ്ണൻ സിജിത്തും മുഹമ്മദ് ഷാഫിയും. പ്രതികൾക്ക് ശിക്ഷാ ഇളവ് അനുവദിക്കുന്നതിന് കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറോട് പ്രൊബേഷൻ റിപ്പോർട്ട് തേടിയത് ജൂൺ 13-ന്. കത്തിന്റെ പകർപ്പ് 24-ന് ലഭിച്ചു. പ്രതികൾക്ക് ശിക്ഷാ ഇളവ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് അവരുടെ ബന്ധുക്കൾ, അയൽവാസികൾ, കുറ്റകൃത്യത്തിന് ഇരയായവർ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കൾ എന്നിവരിൽ നിന്ന് പ്രതികരണം തേടി എത്രയും വേഗം അന്വേഷണ റിപ്പോർട്ട് നൽകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. തുടർ നടപടികൾ പൂർത്തിയാക്കി സർക്കാരിന് റിപ്പോർട്ട് നൽകേണ്ടതുണ്ടെന്നും കത്തിൽ വ്യക്തമാക്കുന്നു. ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ TP കേസ് പ്രതികളുടെ ശിക്ഷ ഇരട്ട ജീവപര്യന്തമാക്കി വർദ്ധിപ്പിച്ച ഹൈക്കോടതി പ്രതികൾക്ക് യാതൊരുവിധ ഇളവുകളും നൽകരുതെന്ന് ഉത്തരവിട്ടിരുന്നു. ഹൈക്കോടതി ഉത്തരവ് പോലും കാറ്റിൽ പറത്തിയാണ് TP കേസ് പ്രതികൾക്ക് ഇളവ് നൽകാനുള്ള സർക്കാർ തീരുമാനം. എന്നാൽ TP കേസ് പ്രതികൾക്ക് വഴിവിട്ടൊരു സഹായവും ചെയ്യില്ലെന്നും ചെയ്തിട്ടില്ലെന്നും ജയിൽ DGP ബൽറാം കുമാർ ഉപാധ്യായ 24നോട് പറഞ്ഞു. അവർക്ക് ഒരു മിനിമം ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ട്. അതുവേണ്ടി 10 വർഷം പൂർത്തിയായ ആൾക്കാരുടെ പേര് കാണുമ്പോൾ ഇവർക്ക് പേരുണ്ടാവും. പക്ഷേ നമുക്ക് കോടതി വിധി നോക്കുമ്പോൾ, ഇവർക്ക് ക്രൈം നോക്കുമ്പോൾ, ഇവർക്ക് വേറെ കേസ് നോക്കുമ്പോൾ നമുക്ക് ഇവർക്ക് ഫൈനൽ ലിസ്റ്റിൽ ഇവർക്ക് പേര് വരത്തില്ല.
സർക്കാർ നീക്കം പുറത്തായതോടെ പുതിയ രാഷ്ട്രീയ വിവാദത്തിനും സംഭവം തിരിതെളിച്ചു. 24 തിരുവനന്തപുരം. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികൾക്ക് ഇളവ് നൽകാനുള്ള നീക്കത്തെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടുമെന്ന് കെ രമ എം.എൽ.എ. വിഷയത്തിൽ പരാതിയുമായി ഗവർണറെ കാണുമെന്ന് കെ രമ 24നോട് പറഞ്ഞു. തെറ്റിൽ നിന്ന് തെറ്റിലേക്കാണ് CPIM നീങ്ങുന്നത് എന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ വിമർശനം. കൊലയാളി സംഘത്തിൽപ്പെട്ട 3 പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള സർക്കാർ നീക്കത്തെ കടുത്ത ഭാഷയിലാണ് കെ രമ വിമർശിച്ചത്. ആഭ്യന്തരമന്ത്രി അറിയാതെ ഒന്നും നടക്കില്ല. CPIM നേതൃത്വത്തിന് ഈ പ്രതികളെ ഭയമുള്ളതുകൊണ്ടാണ് അവരുടെ താൽപര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നതെന്നും കെ രമ 24നോട് പറഞ്ഞു. വലിയ ഗൂഢാലോചന ഇതിനകത്തുണ്ട്. കേരളത്തിലെ ആഭ്യന്തരമന്ത്രി അറിയാതെ ഈ ഒരു നീക്കം ജയിൽ സൂപ്രണ്ടിന് നടത്താൻ സാധിക്കില്ല. ഈ TP കേസിലെ പ്രതികളെ ഈ തരത്തിൽ സംരക്ഷിച്ചിട്ടില്ലെങ്കിൽ അവർ പറയുന്ന കാര്യം പാർട്ടിക്കെതിരാവും. പാർട്ടി നേതൃത്വത്തിന്റെ പേര് അവർ വെളിപ്പെടുത്തും. ആ ഭയം പാർട്ടി നേതൃത്വത്തിനുണ്ട്. 3 പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള നീക്കത്തെ രാഷ്ട്രീയമായി പ്രതിരോധിക്കാനാണ് പ്രതിപക്ഷ നീക്കം. നിയമവിരുദ്ധമെന്ന് അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പ്രതികരിച്ചു. ഇവർ നിയമത്തിന് മേളിലൂടെ പറക്കുന്നതിന് വേണ്ടിയുള്ള അന്തരീക്ഷം ഉണ്ടാക്കാനാണ് ഗവൺമെൻറ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് എന്തടിസ്ഥാനത്തിലാണ് റെമിഷൻ കൊടുക്കാം എന്ന് ഈ ഗവൺമെൻറ് റെക്കമെൻഡ് ചെയ്യുന്നത് എന്നെനിക്കറിയില്ല. അത് നിയമവിരുദ്ധമാണ്. പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള സർക്കാർ നീക്കം വിചിത്രമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. CPIM തെറ്റ് തിരുത്തുകയല്ല, തെറ്റിൽ നിന്ന് തെറ്റിലേക്ക് പോവുകയാണെന്നും VD സതീശൻ. തെറ്റ് തിരുത്തും എന്ന് പറഞ്ഞിട്ടും തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലേക്കാണ് ഇവർ വീണ്ടും വീഴുന്നത്. ഇത് ഒരു കാരണവശാലും ഈ ശിക്ഷാ ഇളവ് കൊടുക്കാൻ സമ്മതിക്കില്ല കേരളത്തിൽ. എന്നാൽ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ വിചാരിച്ചാലോ ഏതെങ്കിലും ഒരു റിപ്പോർട്ട് തേടിയാലോ ശിക്ഷാ ഇളവ് കിട്ടാനോ പ്രതിയെ വിട്ടയക്കാനോ സാധിക്കില്ലെന്നും, എന്നാൽ CRPC 432 പ്രകാരം പ്രതികളുടെ ശിക്ഷയിൽ ഇളവ് വരുത്താൻ നിയമം അധികാരം നൽകുന്നുണ്ടെന്നുമായിരുന്നു മന്ത്രി P. രാജീവിന്റെ പ്രതികരണം. നിയതമായ നടപടിക്രമങ്ങളുണ്ട്. ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ വിചാരിച്ചാലോ ഏതെങ്കിലും റിപ്പോർട്ട് തേടിയാലോ ഒരു പ്രതിയെയും ശിക്ഷ ഇളവ് ചെയ്ത് വിട്ടയക്കാൻ നമ്മുടെ നാട്ടിൽ നടക്കില്ല. നിയമവ്യവസ്ഥയോടുള്ള വെല്ലുവിളിയാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ. ഹൈക്കോടതി വിധി മറികടക്കാനുള്ള പിണറായി സർക്കാരിന്റെ നീക്കം ഭരണഘടനാ വിരുദ്ധമാണെന്നും അദ്ദേഹം വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. 2012 മെയ് 4 ടി.പി. ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടത് മുതൽ CPIM നേതൃത്വം പ്രതിക്കൂട്ടിലാണ്. ഏറ്റവും ഒടുവിൽ 2 പ്രതികളെ വെറുതെ വിട്ട വിചാരണ കോടതി വിധി ഹൈക്കോടതി റദ്ദാക്കിയതും CPIMനെ പ്രതിരോധത്തിലാക്കിയിരുന്നു. 24 കോഴിക്കോട്. പ്രൈം ടൈം ന്യൂസിലേക്ക് തിരികെ. ക്രൈസ്തവ സഭകൾക്കെതിരെ മുഖ്യമന്ത്രി. തൃശൂരിലെ BJP വിജയത്തിൽ ക്രൈസ്തവ സഭാ നേതൃത്വത്തെ പരോക്ഷമായി വിമർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. രാജ്യത്ത് അക്രമങ്ങൾക്ക് നേതൃത്വം നൽകിയവരെ പിന്തുണച്ചത് ശരിയോ എന്ന് ഇനിയെങ്കിലും ചിന്തിക്കണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കോഴിക്കോട് NGO യൂണിയൻ സംസ്ഥാന സമ്മേളന വേദിയിൽ മുസ്ലിം ലീഗിനെയും മുഖ്യമന്ത്രി കടന്നാക്രമിച്ചു. തൃശൂരിലെ BJPയുടെ ജയം ഗൗരവത്തോടെ കാണണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ചില വിഭാഗങ്ങളുടെ നേതൃത്വവുമായി BJP ധാരണയുണ്ടാക്കി. സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയാണ് അവർ തൃശൂരിൽ BJPയെ വിജയിപ്പിച്ചതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. BJPയെ തെരഞ്ഞെടുപ്പ് വിജയത്തിനായി സഹായിച്ച ശക്തികൾ അവരെ നല്ല രീതിയിൽ ചിന്തിക്കണം. സ്വീകരിച്ച നിലപാട് ശരിയായോ എന്ന്. BJPയുടെ ഉന്നതർ മാത്രമല്ല, ഭരണതലത്തിലുള്ള ഉന്നതരും ഇത്തരം ചില വിഭാഗങ്ങളുടെ മേധാവികളുമായി ചർച്ച ചെയ്തു എന്നതും രഹസ്യമായ കാര്യമല്ല. ആ ചർച്ചയിലൂടെ നേരത്തെ തന്നെ പരസ്പര ധാരണ ഉണ്ടാവുകയായിരുന്നു. കേരളത്തിലെ കോൺഗ്രസ് BJPയുമായി സമവായത്തിലാണെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി മുസ്ലിം ലീഗിനെയും രൂക്ഷമായി വിമർശിച്ചു. 4 വോട്ടിനു വേണ്ടി ആരുമായും കൂട്ടുകൂടുന്നവരായി ലീഗ് മാറിയെന്ന് മുഖ്യമന്ത്രി. ലീഗിന്റെ മുഖം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ എന്നത് ലീഗ് ചിന്തിക്കുന്നത് നല്ലതാണ്. ലീഗിന്റെ മുഖം ജമാഅത്തെ ഇസ്ലാമിയുടെ മുഖമായി മാറിയാൽ എങ്ങനെയിരിക്കും? ലീഗിന്റെ മുഖം SDP-യുടെ മുഖമായി മാറിയാൽ എങ്ങനെയിരിക്കും? ആരാണ് ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ രംഗത്തിറങ്ങിയത്? സംസ്ഥാന സർക്കാരിനെതിരായ വികാരമല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDFന്റെ തോൽവിക്ക് കാരണം. BJP സർക്കാരിനെതിരായ മുന്നേറ്റം UDFന് നേട്ടമായെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കോഴിക്കോട് NGO യൂണിയൻ 61ാം സംസ്ഥാന സമ്മേളനത്തിന്റെ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. 24 കോഴിക്കോട്.
കുണ്ടും കുഴിയുമുള്ള റോഡ് ഒഴിവാക്കാൻ വളഞ്ഞ വഴിയിലൂടെ യാത്ര ചെയ്ത മുഖ്യമന്ത്രി. കോഴിക്കോട് നിന്ന് തൃശൂരിലേക്കുള്ള യാത്രയിലാണ് മുഖ്യമന്ത്രിക്ക് വഴിമാറേണ്ടി വന്നത്. കുന്നംകുളത്ത് നിന്ന് നേരെ തൃശൂർ രാമനിലയത്തിലേക്ക് പോകുന്നതിന് പകരം വടക്കാഞ്ചേരി വഴിയായിരുന്നു യാത്ര. സംസ്ഥാനപാതയിൽ കുന്നംകുളത്തിനും കേച്ചേരിക്കും ഇടയിൽ വലിയ കുഴികൾ രൂപപ്പെട്ടതോടെയാണ് മുഖ്യമന്ത്രിക്ക് തന്നെ റൂട്ട് മാറ്റേണ്ടി വന്നത്. കുഴി ഒഴിവാക്കാൻ 16 കിലോമീറ്ററോളം അധികം സഞ്ചരിച്ചു. കുറച്ച് ദിവസങ്ങളായി റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമാണ്. CPIM സംസ്ഥാന കമ്മിറ്റിക്ക് പിന്നാലെ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗങ്ങളിലും മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും വിമർശനം. മുഖ്യമന്ത്രിയുടെ പെരുമാറ്റം ജനവിരോധത്തിന് കാരണമായെന്ന് പത്തനംതിട്ടയിൽ വിമർശനമുയർന്നു. എന്നാൽ ഇങ്ങനെയൊരു ചർച്ചയുണ്ടായിട്ടില്ല എന്നാണ് നേതൃത്വത്തിന്റെ പ്രതികരണം. എറണാകുളം ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ മന്ത്രി P. രാജീവിനെതിരെ വിമർശനമുണ്ടായി. മുഖ്യമന്ത്രിയുടെ പെരുമാറ്റ രീതിയും മാസപ്പടി വിവാദവും പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റിൽ ചർച്ചയായി. നേതാക്കളുടെ മക്കൾ കച്ചവടം നടത്തി പണമുണ്ടാക്കുന്നു എന്ന പ്രചാരണം ജനങ്ങളിൽ അവമതിപ്പുണ്ടാക്കി. പെൻഷൻ കുടിശ്ശിക വലിയൊരു വിഭാഗത്തെ എതിരാക്കി. നവകേരള സദസ്സിന് വേണ്ടി നടത്തിയ പണപ്പിരിവിൽ വ്യക്തതയില്ല. ജനങ്ങളോട് ഇടപെടുന്നതിൽ മന്ത്രിമാർക്ക് വീഴ്ചയുണ്ടായി എന്നിങ്ങനെ പോകുന്നു കുറ്റപ്പെടുത്തൽ. എന്നാൽ മുഖ്യമന്ത്രിക്കെതിരെ ഒരു വിമർശനവും ഉണ്ടായില്ലെന്ന് ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു പറഞ്ഞു. എറണാകുളത്ത് KJ ഷൈനെ സ്ഥാനാർത്ഥിയാക്കിയതിലാണ് മന്ത്രി P. രാജീവ്, MLA KN ഉണ്ണികൃഷ്ണൻ എന്നിവർക്കെതിരെ വിമർശനമുയർന്നത്. യേശുദാസ് പാറപ്പള്ളിയുടെ പേരാണ് ജില്ലാ നേതൃത്വം സംസ്ഥാന നേതൃത്വത്തിന് കൈമാറിയത്. സംസ്ഥാന നേതൃത്വം പരിഗണിച്ചതാകട്ടെ ചിന്താ ജെറോമിനെ. P. രാജീവും KN ഉണ്ണികൃഷ്ണനും ഇടപെട്ടാണ് KJ ഷൈനെ സ്ഥാനാർത്ഥിയാക്കിയത്. ഇത്തരം സ്ഥാനാർത്ഥികളെ ഇനിയും കൊണ്ടുവന്നാൽ പാർട്ടി പച്ച തൊടില്ലെന്നും ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വിമർശനമുയർന്നു. ന്യൂസ് ഡെസ്ക് 24. സംസ്ഥാനത്തെ +1 സീറ്റ് പ്രതിസന്ധി എന്നത് തെറ്റായ പ്രചാരണമെന്ന് വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി. വിദ്യാഭ്യാസ വകുപ്പിനെ തകർക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് നടക്കുന്നതെന്നും പുതിയ കണക്കുകൾ നിരത്തി മന്ത്രി ആരോപിച്ചു. അതിനിടെ സീറ്റ് പ്രതിസന്ധിയിൽ വിവിധ ജില്ലകളിൽ MSF, KSU പ്രവർത്തകർ ഇന്നും പ്രതിഷേധിച്ചു. തിരുവനന്തപുരത്ത് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ഓഫീസ് MSF പ്രവർത്തകർ പൂട്ടിയിട്ടു. സംസ്ഥാനത്ത് +1 സീറ്റ് പ്രതിസന്ധിയിൽ പ്രതിഷേധങ്ങൾ തുടരുന്നതിനിടെയാണ് പുതിയ കണക്കുമായി വിദ്യാഭ്യാസ മന്ത്രി നേരിട്ടെത്തിയത്. സീറ്റ് ക്ഷാമം നേരിടുന്ന മലപ്പുറത്ത് ഇതുവരെ 49,906 പേർ +1 സീറ്റുകളിൽ പ്രവേശനം നേടിയിട്ടുണ്ടെന്നും 10,000-ഓളം പേർ അലോട്ട്മെന്റ് കിട്ടിയിട്ടും പ്രവേശനം നേടിയില്ലെന്നും V. ശിവൻകുട്ടി പറഞ്ഞു. 14,037 പേർ മാത്രമാണ് മലപ്പുറത്തിന് അഡ്മിഷൻ കിട്ടാനുള്ളത്. സർക്കാർ സ്കൂളുകളിൽ മാത്രം 2,000 സീറ്റുകളുടെ കുറവ് മാത്രമേ ഉള്ളുവെന്നും മന്ത്രി വ്യക്തമാക്കി. ഏറ്റവും കൂടുതൽ ബാച്ചുകൾ ഷിഫ്റ്റ് ചെയ്തത് മലപ്പുറം ജില്ലയിലെത്തിയാണ്. കഴിഞ്ഞ വർഷം ശതമാനവും കൂടുതൽ അവിടെയാണ്. അപ്പോൾ ഒന്നാമത്തെ അലോട്ട്മെൻറ്റ് കഴിയുന്നതിന് മുമ്പ് തന്നെ സമരം ആരംഭിച്ചു. അപ്പോൾ ഇത് പ്ലാൻ ചെയ്തുള്ള ഒരു നടപടിയാണ്. ഒന്നാമത്തെ സീറ്റ് അലോട്ട്മെൻറ്റ് വരുന്നതിന് മുമ്പ് തന്നെ സമരം ആരംഭിച്ചു. സംസ്ഥാനത്ത് ഇന്നും സീറ്റ് പ്രതിസന്ധിയിൽ വ്യാപക പ്രതിഷേധം നടന്നു. തിരുവനന്തപുരത്ത് MSF പ്രവർത്തകർ വിദ്യാഭ്യാസ ഡയറക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. പ്രവർത്തകർ ഡയറക്ടറുടെ ഓഫീസ് മുറി പൂട്ടിയിട്ടു. കാസർഗോഡും വയനാടും കളക്ടറേറ്റുകളിലേക്ക് KSU പ്രവർത്തകർ നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു. മലപ്പുറത്ത് MSF പ്രവർത്തകർ RDD ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷമായി. അതേസമയം ആദ്യ 3 അലോട്ട്മെന്റുകൾ പൂർത്തിയാക്കി പ്രവേശനം നേടിയ +1 വിദ്യാർത്ഥികൾക്കുള്ള ക്ലാസുകൾ തിങ്കളാഴ്ച തുടങ്ങും. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കരിങ്കൊടി പ്രതിഷേധം. കോഴിക്കോട് വെസ്റ്റ് ഹില്ലിൽ KSU MSF പ്രവർത്തകർ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ചു. NG യൂണിയൻ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനാണ് മുഖ്യമന്ത്രി കോഴിക്കോട് എത്തിയത്. KSU ജില്ലാ പ്രസിഡന്റ് VT സൂരജ് ഉൾപ്പെടെയുള്ളവരെ പോലീസ് കരുതൽ തടങ്കലിൽ എടുത്തിരുന്നു. എന്നാൽ മുഖ്യമന്ത്രി സമ്മേളന വേദിയായ കടപ്പുറത്തേക്ക് പോകുമ്പോൾ 2 ഇടങ്ങളിൽ വെച്ച് KSU MSF പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചു. ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് മാറ്റി. മലപ്പുറത്ത് മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി പ്രതിഷേധമുണ്ടായി. പ്ലാറ്റ്ഫോം ടിക്കറ്റ് അടക്കമുള്ള റെയിൽവേ സേവനങ്ങൾ GSTയിൽ നിന്ന് ഒഴിവാക്കി. ആധാർ, ബയോമെട്രിക് വഴി GST രജിസ്ട്രേഷൻ ദേശീയ തലത്തിൽ നടപ്പാക്കുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ അറിയിച്ചു. സിൽവർ ലൈൻ പദ്ധതിക്ക് എത്രയും വേഗം അനുമതി നൽകണമെന്ന് ധനമന്ത്രിമാരുടെ യോഗത്തിൽ കേരളം ആവശ്യപ്പെട്ടു. പൊതുബജറ്റിൽ കേരളത്തിന് 24,000 കോടി രൂപയുടെ സാമ്പത്തിക പാക്കേജും ആവശ്യപ്പെട്ടുവെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. ഇന്ത്യൻ റെയിൽവേ നൽകുന്ന പ്ലാറ്റ്ഫോം ടിക്കറ്റ്, റിട്ടയേർഡ് റൂമുകൾ, കാത്തിരിപ്പ് മുറികൾ തുടങ്ങിയ സേവനങ്ങളെ GSTയിൽ നിന്നും ഒഴിവാക്കാൻ ഡൽഹിയിൽ ചേർന്ന 53ാമത് GST കൗൺസിൽ യോഗത്തിൽ തീരുമാനിച്ചു. GST R4 ഫോമിൽ വിശദാംശങ്ങളും റിട്ടേണുകളും നൽകുന്നതിനുള്ള സമയപരിധി ജൂൺ 30 വരെ നീട്ടാൻ കൗൺസിൽ ശുപാർശ ചെയ്തു.
ആധാർ ബയോമെട്രിക് വഴി GST രജിസ്ട്രേഷൻ ദേശീയതലത്തിൽ നടപ്പാക്കുമെന്നും നികുതി തട്ടിപ്പ് തടയാൻ ഇത് സഹായകമാകുമെന്നും കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. The GST Council has today recommended to roll out the biometric-based Aadhaar authentication of registration of applicants on an all-India basis in a phased manner. പെട്രോളിയം ഉൽപ്പന്നങ്ങൾ GSTയിൽ ഉൾപ്പെടുത്തണമെന്നാണ് കേന്ദ്ര നിലപാടെന്നും സംസ്ഥാനങ്ങളാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടതെന്നും കേന്ദ്രമന്ത്രി. എന്നാൽ വിഷയം യോഗത്തിൽ ചർച്ചയ്ക്ക് വന്നില്ലെന്നറിയിച്ച സംസ്ഥാന ധനമന്ത്രി KN ബാലഗോപാൽ കേന്ദ്ര ബജറ്റിന് മുന്നോടിയായുള്ള ചർച്ചയിൽ കേരളത്തിന് 24,000 കോടി രൂപയുടെ സാമ്പത്തിക പാക്കേജ് ആവശ്യപ്പെട്ടതായി അറിയിച്ചു. അത് വെറുതെ ഒരു 24,000 കോടി തരണം എന്ന് സെൻട്രൽ ഗവൺമെൻറ്റിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ തരാൻ പറ്റുന്നതല്ലല്ലോ 24,000 കോടി. അതിന് കൃത്യമായൊരു കാരണമുണ്ട്. നമുക്ക് 3.9% കിട്ടിക്കൊണ്ടിരുന്ന നമ്മുടെ ഇന്ത്യയുടെ താഴോട്ട് ഓരോ സംസ്ഥാനങ്ങൾക്കുമായിട്ട് വീതം വെച്ച് കൊടുക്കേണ്ട നികുതി ഇന്ത്യയിലാകെ 100 രൂപ കൊടുക്കുമ്പോൾ നമുക്ക് 3 രൂപ 90 പൈസയ്ക്ക് അടുത്തുണ്ടായിരുന്നത് ഇപ്പോൾ 1 രൂപ 80 പൈസയ്ക്ക് അടുത്തേ കിട്ടുന്നുള്ളൂ. സിൽവർ ലൈൻ പദ്ധതിക്ക് എത്രയും വേഗം അനുമതി നൽകണമെന്നും കേരളം ആവശ്യപ്പെട്ടു. OTT പ്ലാറ്റ്ഫോമുകൾക്കും ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾക്കും നൽകുന്ന നികുതിപ്പണം സംസ്ഥാനത്തിലേക്ക് എത്തുന്നില്ലെന്നും ഇതിന് പരിഹാരം കാണണമെന്നും കേരളം ആവശ്യപ്പെട്ടിട്ടുണ്ട്. 24 ഡൽഹി. പ്രൈം ടൈം ന്യൂസിലേക്ക് തിരികെ. കാസർഗോഡ് പെരിയ ഇരട്ടക്കൊലക്കേസ് പ്രതിയുടെ മകന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത 4 കോൺഗ്രസ് നേതാക്കളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. KPCC സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയ ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് നടപടി. തീരുമാനം ഏകപക്ഷീയമാണെന്നും നീതി ലഭിച്ചില്ലെന്നും ബാലകൃഷ്ണൻ പെരിയ പ്രതികരിച്ചു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷിനെയും ശരത് ലാലിനെയും കൊലപ്പെടുത്തിയ കേസിലെ 13-ാം പ്രതി N ബാലകൃഷ്ണന്റെ മകന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത കോൺഗ്രസ് നേതാക്കൾക്കെതിരെയാണ് നടപടി. KPCC സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയ, മുൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റും ബാലകൃഷ്ണൻ പെരിയയുടെ സഹോദരനുമായ രാജൻ പെരിയ, മുൻ മണ്ഡലം പ്രസിഡന്റുമാരായ പ്രമോദ് പെരിയ, രാമകൃഷ്ണൻ പെരിയ എന്നിവരെ പുറത്താക്കി. KPCC നിയോഗിച്ച അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. രാഷ്ട്രീയം കലരാത്ത ചടങ്ങിൽ പങ്കെടുത്തതിന്റെ പേരിലാണ് പുറത്താക്കിയതെന്നും ജാഗ്രതാക്കുറവുണ്ടായിട്ടില്ലെന്നും ബാലകൃഷ്ണൻ പെരിയ പ്രതികരിച്ചു. ഏകപക്ഷീയമായ നടപടിക്ക് പിന്നിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ എംപിയാണെന്നും ആരോപണം. അല്പൻ അധികാരം കിട്ടിയാൽ അർദ്ധരാത്രിക്ക് കുട പിടിക്കും എന്നൊരവസ്ഥയിലാണ് അദ്ദേഹം നടക്കുന്നത്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ഒരു പ്രസ്ഥാനത്തെ ഏറ്റവും വലിയ ബ്ലാക്ക് മാജിക്കിന്റെ ജില്ലയാക്കി മാറ്റി, ദുർമന്ത്രവാദത്തിന്റെ ജില്ലയാക്കി മാറ്റി. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ നിന്ന് ദുർമന്ത്രവാദത്തിന്റെ പേരിൽ സാധനങ്ങൾ കൊണ്ടുപോയി. വ്യക്തികൾക്കല്ല പാർട്ടിക്കാണ് പ്രാധാന്യമെന്ന നടപടിയിലൂടെ തെളിഞ്ഞെന്ന് DCC പ്രസിഡന്റ് PK ഫൈസൽ. എത്ര ഉന്നതനായാലും തെറ്റ് ചെയ്തവർക്കെതിരെ വളരെ കൃത്യമായ രൂപത്തിലുള്ള ഒരു നടപടി സ്വീകരിച്ചത്. പാർട്ടിയാണ് വലുത്, വ്യക്തികളല്ല. എല്ലാ ഇനി ഉന്നത നേതാവായാലും പാർട്ടിക്ക് വിധേയമാണ്, ആരും പാർട്ടിക്ക് അതീതനല്ല എന്നുള്ള മെസ്സേജാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വം നൽകുന്നത്. അച്ചടക്ക നടപടിക്ക് പിന്നാലെ ജില്ലയിലെ കോൺഗ്രസിനുള്ളിൽ വിഭാഗീയത രൂക്ഷമായി. 24 കാസർഗോഡ്. സംസ്ഥാന സർക്കാരിന്റെ നിലപാടുകൾ വർഗീയത പടർത്തുന്നതാണെന്ന് NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മുന്നാക്ക വിഭാഗങ്ങളെ അവഗണിക്കുകയാണ്. ജാതി സംവരണം നിർത്തലാക്കണമെന്നും G. സുകുമാരൻ നായർ പറഞ്ഞു. NSS ബജറ്റ് സമ്മേളന വേദിയിലാണ് G. സുകുമാരൻ നായരുടെ വിമർശനങ്ങൾ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മുന്നാക്ക സമുദായങ്ങളെ അകറ്റി നിർത്തുകയാണ്. സംസ്ഥാന സർക്കാരിന്റെ നിലപാടുകൾ വർഗീയ സ്പർദ്ധ പടർത്തുന്നതും. തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ നിന്ന് പാഠം പഠിച്ചില്ലെങ്കിൽ ഇനിയും തിരിച്ചടികളുണ്ടാകുമെന്ന NSS ജനറൽ സെക്രട്ടറിയുടെ താക്കീത്. വോട്ട് രാഷ്ട്രീയത്തിനാണ് ജാതി സംവരണം. ജാതി സെൻസസ് നടപ്പാക്കിയാൽ സംവരണത്തിന്റെ പേരിൽ കൂടുതൽ അഴിമതിക്ക് വഴിതെളിയുമെന്നും സുകുമാരൻ നായർ. എയ്ഡഡ് സ്കൂളുകളിലെ നിയമകാര്യങ്ങളിൽ ഉദ്യോഗസ്ഥരുടെ അലംഭാവം പൊറുക്കാനാവില്ല. അഴിമതിക്കെതിരെ നടപടിയെടുക്കാതെ എയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയെ സർക്കാർ തകർക്കുകയാണെന്നും സുകുമാരൻ നായർ കുറ്റപ്പെടുത്തി. 24 കോട്ടയം. ശമ്പള പരിഷ്കരണം നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് മിൽമ സംയുക്ത തൊഴിലാളി യൂണിയൻ നേതൃത്വത്തിൽ മറ്റന്നാൾ മുതൽ അനിശ്ചിതകാല പണിമുടക്ക്. സംസ്ഥാന വ്യാപകമായി എല്ലാ മിൽമ ഡയറികളെയും പണിമുടക്ക് ബാധിക്കും. 2021 മിൽമ തൊഴിലാളികളുടെ ശമ്പള പരിഷ്കരണ കരാർ അവസാനിച്ചത്. നീണ്ട ചർച്ചകൾക്കൊടുവിൽ 2023 പുതിയ കരാർ ഒപ്പുവെച്ചിരുന്നു. എന്നാൽ ഇതുവരെ കരാർ നടപ്പാക്കിയില്ല എന്നാണ് ആരോപണം. മറ്റന്നാൾ അർദ്ധരാത്രി മുതലാണ് പണിമുടക്ക്. യൂണിയൻ ഭാരവാഹികളെ അഡീഷണൽ ലേബർ കമ്മീഷണർ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. മൂന്നാറിലെ വിനോദസഞ്ചാരികളുടെ ഗതാഗത നിയമലംഘനം തുടർക്കഥയാകുന്നു. ഇന്നും ഇന്നലെയും അപകടകരമായ രീതിയിൽ ഓടുന്ന 3 വാഹനങ്ങളുടെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. കുട്ടികളും യുവാക്കളും ഉൾപ്പെടെയാണ് കാറിന്റെ ഡോറിൽ ഇരുന്ന് അഭ്യാസ പ്രകടനം നടത്തിയത്.
മൂന്നാറിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധനകൾ ഫലം കാണുന്നില്ല എന്നതിന്റെ തെളിവാണ് ഈ കാണുന്ന ദൃശ്യം. മൂന്നാർ മാട്ടുപ്പെട്ടി റോഡിൽ കേരള രജിസ്ട്രേഷനിലുള്ള സ്വിഫ്റ്റ് കാറിലാണ് കുട്ടികൾ ഡോറിലിരുന്ന് യാത്ര ചെയ്യുന്നത്. ഇതേ റോഡിൽ തന്നെയാണ് കർണാടക സ്വദേശികളായ വിനോദസഞ്ചാരികളുടെയും അപകടകരമായ യാത്ര. ജൂൺ മാസത്തിൽ ഗ്യാപ് റോഡിൽ മാത്രമുണ്ടായ 3 സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ മൂന്നാർ മുതൽ ആനയിറങ്കൽ വരെയുള്ള ദേശീയപാതയിൽ മോട്ടോർ വാഹന വകുപ്പ് പരിശോധന തുടങ്ങിയിരുന്നു. എന്നാൽ അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടായില്ല. ഗ്യാപ് റോഡിൽ പെരിയ കനാലിന് സമീപമാണ് തമിഴ്നാട് രജിസ്ട്രേഷനുള്ള വാഹനത്തിൽ യുവാക്കൾ സാഹസികമായി ദൃശ്യങ്ങൾ പകർത്തി ഡോറിലിരുന്ന് യാത്ര ചെയ്തത്. ഇന്ന് രാവിലെയായിരുന്നു സംഭവം. മോട്ടോർ വാഹന വകുപ്പ് മൂന്നാർ മേഖലയിൽ പരിശോധന കൂടുതൽ ശക്തമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. 24 ഇടുക്കി. പ്രൈം ടൈം ന്യൂസിലേക്ക് തിരികെ. 2020 ലോകകപ്പ് സൂപ്പർ 8 റൗണ്ടിലെ 2ാം മത്സരത്തിലും ഇന്ത്യക്ക് ജയം. ബംഗ്ലാദേശിനെ 50 റൺസിന് തോൽപ്പിച്ചു. ജയത്തോടെ സെമി ഫൈനൽ ഇന്ത്യ ഏറെക്കുറെ ഉറപ്പിച്ചു. സ്പോർട്സ് ഡെസ്കിൽ നിന്നും അനിൽ വാസുദേവ് ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനിൽ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, അങ്ങനെ സൂപ്പർ 8 റൗണ്ടിലെ 2ാം ജയത്തോടെ കൂടി സെമി ഫൈനൽ ഏറെക്കുറെ ഉറപ്പിച്ചിരിക്കുകയാണ് ടീം ഇന്ത്യ. ഇന്നത്തെ നടന്ന മത്സരത്തിൽ ബംഗ്ലാദേശിനെ 50 റൺസിനാണ് ഇന്ത്യ തകർത്തത്. ഇന്ത്യയുടെ 196 റൺസ് പിന്തുടർന്ന ബംഗ്ലാദേശിന് 8 വിക്കറ്റ് നഷ്ടത്തിൽ 146 റൺസ് എടുക്കാൻ മാത്രമാണ് സാധിച്ചുള്ളൂ. ഇന്ത്യയെ ഇതിന് സഹായിച്ചത് കുൽദീപ് യാദവിൻ്റെ 3 വിക്കറ്റ് പ്രകടനമാണ്. ഒപ്പം തന്നെ ജസ്പ്രീത് ബുംറ ഈ ടൂർണമെൻറ്റിലെ അദ്ദേഹത്തിൻ്റെ മിന്നും പ്രകടനം തുടരുകയാണ്. ഇന്നും 2 വിക്കറ്റ് വീഴ്ത്തി. ഒപ്പം തന്നെ അർഷദീപും 2 വിക്കറ്റ് വീഴ്ത്തുകയുണ്ടായി. ബംഗ്ലാദേശ് നിരയിൽ അവരുടെ ക്യാപ്റ്റൻ നജ്മുൽ ഷാന്തോയ്ക്ക് മാത്രമാണ് പിടിച്ചു നിൽക്കാനായത്. 40 റൺസായിരുന്നു ഷാന്തോയുടെ സ്കോർ. അതിനുശേഷം തൻസിദ് ഹസൻ 29 റൺസ് എടുത്ത തൻസിദ് ഹസനാണ് സെക്കൻഡ് ടോപ്പ് സ്കോറർ. ഒപ്പം തന്നെ റിഷാദ് ഹുസൈൻ അവസാന നിമിഷം 24 റൺസ് എടുക്കുകയും ചെയ്തു. പക്ഷേ ഇന്ത്യയെ വെല്ലുവിളിക്കാൻ പോകുന്ന ഒരു സ്കോറോ അല്ലെങ്കിൽ തരത്തിൽ സ്കോർ എത്തിക്കാൻ ബംഗ്ലാദേശിന് സാധിച്ചില്ല. ഇന്ത്യ കൃത്യമായ ഇടവേളകളിൽ വിക്കറ്റ് വീഴ്ത്തി ജയം പിടിച്ചെടുക്കുകയും ഇന്ത്യ ചെയ്യുകയും ചെയ്തു. ഇന്ത്യൻ സ്കോർ 196-ലെത്തിയത് അർദ്ധ സെഞ്ചുറി നേടിയ ഹർദിക് പാണ്ഡ്യയുടെ മികവിലാണ്. ദീർഘകാലത്തിന് ശേഷം ഇന്ത്യൻ ടീമിലേക്കൊക്കെ തിരിച്ചു വരികയും ചെയ്ത ഹർദിക് പാണ്ഡ്യ അദ്ദേഹത്തിൻ്റെ മിന്നും ഫോം തുടരുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പോലെ ഇന്നും ബാറ്റ് കൊണ്ട് ഒരു മികച്ച പ്രകടനം തന്നെ ഹർദിക് പാണ്ഡ്യ കാഴ്ചവെച്ചു. ആദ്യഘട്ടത്തിൽ ഇന്ത്യ ഒന്ന് പതറി നിൽക്കുമ്പോൾ ക്രീസിലെത്തിയ ഹർദിക് പാണ്ഡ്യ വെടിക്കെട്ട് പ്രകടനത്തിലൂടെ അല്ലെങ്കിൽ ഒരു ഹാർഡ് ഹിറ്റിങ്ങിലൂടെ തന്നെ ഇന്ത്യയെ മികച്ച സ്കോറിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ഒപ്പം തന്നെ വിരാട് കോഹ്ലി ഫോം വീണ്ടെടുക്കുന്ന കാഴ്ചയൊന്ന് കണ്ടു. അദ്ദേഹം 36 റൺസാണ് നേടിയത്. ഇനി ഇന്ത്യക്ക് ഈ സൂപ്പർ 8 റൗണ്ടിൽ ശേഷിക്കുന്നത് ഓസ്ട്രേലിയക്കെതിരായ മത്സരമാണ്. അത് മറ്റന്നാളാണ്. ആ മത്സരത്തിൽ കൂടി ജയിച്ച സെമി ഫൈനലിലേക്ക് ഉറപ്പിക്കുകയും ഒപ്പം തന്നെ അത് രാജകീയമായി മുന്നേറാൻ തന്നെയായിരിക്കും ഇന്ത്യയുടെ ശ്രമം. എന്തായാലും ഇന്ത്യയുടെ അൺബീറ്റൻ റൺ അപരാജിത കുതിപ്പ് ലോകകപ്പിൽ തുടരുകയാണ്. ഉന്മേഷ്. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവാണ് വിവരങ്ങൾ നൽകിയത്. 24 പ്രേക്ഷകരുടെ ജില്ലാ സമ്മേളനത്തിന് മലപ്പുറം ഒരുങ്ങിക്കഴിഞ്ഞു. തിരൂർ ബിയാൻകോ കാസിൽ ഓഡിറ്റോറിയം അതിഥികളെ വരവേൽക്കാൻ തയ്യാറാണ്. 24 അവതാരകരും തിരൂരിൽ എത്തിക്കഴിഞ്ഞു. ഭാഷാപിതാവിന്റെ മണ്ണിൽ 24 പ്രേക്ഷകരും ചേർന്ന് ചരിത്രം രചിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം. പ്രേക്ഷകരെ സ്വീകരിക്കാൻ തിരൂർ ബിയാൻകോ കാസിൽ ഓഡിറ്റോറിയം സജ്ജമായി. രാവിലെ 9 മണി മുതൽ SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ കുട്ടികളെ ആദരിക്കും. ഉച്ചയ്ക്ക് 2 മണി മുതലാണ് പ്രേക്ഷക സമ്മേളനം. 24ന്റെ പ്രിയ അവതാരകരെ നേരിൽ കാണാനും സംവദിക്കാനും അവസരമുണ്ടാകും. പ്രേക്ഷകരെ കാണാൻ അവതാരകർ തിരൂരിലെത്തിക്കഴിഞ്ഞു. പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറഞ്ഞു കഴിഞ്ഞാൽ മലപ്പുറം ജില്ലയാകെ ഇളകി മറിഞ്ഞിരിക്കുകയാണ്. ഇളകി മറിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ രാവിലെ 9 മണിക്ക് ഈ SSLC 10ാം ക്ലാസ് പരീക്ഷയ്ക്ക് ഫുൾ A+ കിട്ടിയ കുട്ടികളെല്ലാം നമ്മളിവിടെ ആദരിക്കും. ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷമാണ് നമ്മുടെ കലാപരിപാടികൾ ആരംഭിക്കുക. ഫ്ലവേഴ്സിൻ്റെ പ്രതിഭകളൊക്കെ എത്തിയിട്ടുണ്ട്. അതുപോലെ 24 അവതാരകരൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരുപക്ഷെ ഈ ജില്ലാ സമ്മേളനം എന്ന് പറഞ്ഞൊരു സങ്കല്പം പ്രേക്ഷകരും പ്രേക്ഷകരും തമ്മിൽ ഒന്നിച്ച് കാണുന്ന ഈ സമ്മേളനം എന്ന് പറഞ്ഞൊരു പുതിയ സങ്കല്പമാണ്. ലോകത്ത് ഒരു TV ചാനൽ ഇത് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ധൈര്യമായി വിശ്വസിക്കാം. സമ്മേളനത്തിന് മിഴിവേകാൻ ഫ്ലവേഴ്സിലെ കലാകാരന്മാരും അണിനിരക്കും. 24 പ്രേക്ഷകരുടെ ജില്ലാ സമ്മേളനം മലപ്പുറം തിരൂരിൽ. 24ന്റെ പ്രിയ അവതാരകരും ഫ്ലവേഴ്സ് ജനപ്രിയ താരങ്ങളും അണിനിരക്കുന്ന പ്രേക്ഷകരുടെ ജില്ലാ സമ്മേളനം നാളെ ഉച്ചയ്ക്ക് 2 മണി മുതൽ തിരൂർ ബിയാൻകോ കാസിൽ ഓഡിറ്റോറിയത്തിൽ. സമ്മേളനം ആദ്യാവസാനം 24 സംപ്രേഷണം ചെയ്യും. 24 തിരൂർ. ഇപ്പോൾ ഒരു വാർത്ത വരുന്നുണ്ട്. നീറ്റ് പരീക്ഷാ ക്രമക്കേട് CBI അന്വേഷിക്കും. കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുന്നു. രാഹുൽ ഗാന്ധി കേന്ദ്ര സർക്കാരിനെതിരെ രംഗത്തെത്തുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ
കോഴിക്കോട് തൊണ്ടയാട് മൈജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ സ്മാർട്ട് ഫോൺ റീ എഞ്ചിനീയറിംഗ് ജൂലൈ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചു. കേന്ദ്ര സർക്കാർ അംഗീകാരമുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ സ്മാർട്ട് ഫോൺ റീ എഞ്ചിനീയറിംഗ്, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ സ്മാർട്ട് ഫോൺ റീ എഞ്ചിനീയറിംഗ് എന്നിവയാണ് കോഴ്സുകൾ. +2, ഡിഗ്രി, VHSC, പോളിടെക്നിക്, ITI എന്നിവയിലൊന്ന് പൂർത്തിയാക്കിയവർക്ക് പ്രവേശനം നേടാം. സൗജന്യ ഹോസ്റ്റൽ സൗകര്യം ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 799-4333-66 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. www.mygmit.com എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചും വിവരങ്ങൾ തേടാം. ഇതോടെ പ്രൈം ടൈം ന്യൂസ് പൂർത്തിയാകുന്നു.